ഹിറ്റ്ലറുടെ പട്ടാളം ടെൻബൂബിൻ്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലാക്കി. ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് കോറിയുടെ പിതാവ് മരണപ്പെട്ടു. ശേഷിച്ച കോറിയും സഹോദരി ബെറ്റ്സിയും പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത ആത്മവേദനയ്ക്കും മൃഗീയ പീഡനങ്ങൾക്കും വിധേയരായി. ശാരീരിക പീഡനങ്ങൾ അവർ ധാരാളമായി സഹിക്കേണ്ടി വന്നു. അവരെ പട്ടാളക്കാരുടെ മുൻപിൽ നഗ്നരാക്കി നിർത്തിയിട്ട് അടിച്ച് വേദനിപ്പിച്ചു. ആഴമേറിയ മുറിവുകൾ അവരുടെ ശരീരത്തിലുണ്ടായി. എന്നിട്ടും ആ പട്ടാളക്കാർ അവരെ വെറുതെ വിട്ടില്ല. പീഡനത്തിൻ്റെ ഒടുവിൽ ക്രൂരമായ വേദനയോടെ ബെറ്റ്സിയും ലോകത്തോട് വിട പറഞ്ഞു. ഒടുവിൽ കോറി മാത്രം അവശേഷിച്ചു. കഷ്ടിച്ചു മാത്രം രക്ഷപ്പെട്ട കോറി അനന്തരം വിട്ടയക്കപ്പെട്ടു. മാനസികമായും ശാരീരികമായും തളർന്ന അവർ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും തുടർന്ന് സന്ദർശിച്ചു. അവിടെയൊക്കെയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവച്ചു. യേശുക്രിസ്തു കൊടുത്ത വിടുതലുകളെക്കുറിച്ച് അവർ വിവരിച്ചു. ഒരിക്കൽ മ്യൂണിക്കിൽ ഒരു യോഗത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ദയയെക്കുറിച്ചും ദീർഘക്ഷമയെക്കുറിച്ചും പ്രസംഗിച്ചു. ക്ഷമയും സഹിഷ്ണുതയും ശീലമാക്കുവാൻ തൻ്റെ ശ്രോതാക്കളോട് അവർ പ്രസംഗിച്ചു. ആ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുവാൻ തുടങ്ങുമ്പോൾ പരിചിതമായ ഒരു മുഖം അവളുടെ അടുത്തു വരികയാണ്. പെട്ടെന്ന് കാരാഗ്രഹത്തിൽ വെച്ച് മരണമടഞ്ഞ തൻ്റെ സഹോദരിയെയും തൻ്റെ സ്നേഹനിധിയായ പിതാവിനെയും അവൾ ഓർത്തു. വർണ്ണനാതീതമായ ആ പീഡനത്തെക്കുറിച്ച് അവൾ നൊമ്പരപ്പെട്ടു. ആ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ വേട്ടയാടുന്ന ആ നിമിഷം തൻ്റെ സഹോദരിയെ നിർദ്ദയം കൊല ചെയ്ത ആ മനുഷ്യൻ്റെ മുഖം അവൾ തിരിച്ചറിഞ്ഞു. അയാൾ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ദയയെയും ക്ഷമയെയും കുറിച്ചും ഹിറ്റ്ലറിലൂടെ നിങ്ങൾ അനുഭവിച്ച പീഡനത്തെക്കുറിച്ചും പറഞ്ഞുവല്ലോ. അന്ന് ആ തടവറയുടെ ചുമതലക്കാരനായിരുന്നു ഞാൻ. ഇന്ന് ഞാനൊരു ദൈവ പൈതലാണ്. ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ എനിക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ നിന്നിൽ നിന്നും നീ എന്നോട് ക്ഷമിച്ചു എന്നുള്ള ഒരു വാക്ക് ഞാൻ കേൾക്കുവാൻ കൊതിക്കുന്നു. അത്ഭുതം കൊണ്ടും അമ്പരപ്പ് കൊണ്ടും അനങ്ങാൻ കഴിയാതെ നിന്ന കോറിയുടെ മനസ്സിൽ അവളുടെ അപ്പൻ്റെ ആത്മവേദനയും അനുജത്തിയുടെ അനകമ്പയാർന്ന മുഖവും തെളിഞ്ഞു വന്നു. ആ അവർണ്ണനീയമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ആയിരം നിരപരാധികളായ യഹൂദന്മാരുടെ നിസ്സഹായമായ മുഖങ്ങളും അവിടെ മുന്നിലൂടെ മിന്നിമറഞ്ഞു. അവൾ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനന്തരം ആ മനുഷ്യൻ്റെ കൈകൾ കടന്നു പിടിച്ച് കോറി അയാളോട് പറഞ്ഞു, സഹോദര, ഞാനും ഹൃദയംഗമായി നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ പോലും സ്നേഹവും ക്ഷമയും നാം പരിപോഷിപ്പിക്കേണ്ട സദ്ഗുണങ്ങളാണ്. നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ തന്നെ മുറിവുകൾ ഉണങ്ങുകയും മറ്റുള്ളവരുടെ മുറിവ് ഉണക്കുവാൻ ലേപനം പകരുകയും ചെയ്യുമാണെന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.